അസ്സലാമലൈക്കും. ഇപ്പോൾ റമദാനൊക്കെ വരില്ലേ, റമദാനിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ക്രിസ്പി സമൂസയാണ് കേട്ടോ. മാവ് കലക്കി ഒഴിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സമൂസയാണ്, ക്രിസ്പിയാണ്. 2 സ്പൂണ് എണ്ണ മതി കേട്ടോ, കൂടുതൽ എണ്ണ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ എണ്ണയില്ലാത്ത പലഹാരമാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇവിടെ കുതിർന്ന് വരട്ടെ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. പാന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 2 അല്ലി വലിയ വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂണ് വലിയ ജീരകം, 1/2 ടീസ്പൂണ് കുരുമുളകും ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് മൂത്ത് വരുമ്പോൾ 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 സവാളയാണ്, മീഡിയം സൈസ് സവാള, ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതുപോലെ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി കശ്മീരിയാണ്. പിന്നെ ഞാനിതിലേക്ക് ഗരം മസാല 1/4 ടീസ്പൂൺ, ഞാൻ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ടാണ് കേട്ടോ 1/4 ടീസ്പൂണ്. ഇപ്പോൾ ഇതാ ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മണം മാറോളം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കി വെക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയിലേക്ക് അത്യാവശ്യം ഉപ്പുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇല്ലെന്ന് വെച്ചിട്ടും പ്രശ്നമില്ല കേട്ടോ, ഈ മസാല നല്ല ടേസ്റ്റാണ്. പക്ഷെ മുട്ട കൂടി ചേർക്കുമ്പോൾ നമുക്ക് അടിപൊളിയാകും. അപ്പോൾ അതാ 2 മുട്ട നല്ലോണം വഴറ്റി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ കുതിർന്ന് വന്ന റവയിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഒട്ടും തന്നെ കളയാണ്ട്. അപ്പോൾ അതാ ഞാൻ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കട്ടകളില്ലാണ്ട് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ടകളില്ലാണ്ട് നല്ലോണം ഒന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ്, അപ്പോൾ കുറച്ചുകൂടി തിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസിലാണ് കേട്ടോ വേണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈപ്പിൽ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി വേണ്ടത്. ഇനി നമുക്ക് പാന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഫ്ലെയിം ചൂടായതിന് ശേഷം മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം. ഇപ്പോൾ ഇതാ നമ്മൾ അരികിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഈ അപ്പത്തിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ചുട്ടെടുത്തിട്ട് ഒരെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മറ്റേത് നമുക്ക് ഫില്ലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കത്തി വെച്ചിട്ട് 2 പീസാക്കി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. നമ്മളിതൊന്നും ഒട്ടും തന്നെ മുറിച്ച് കളയുക ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റായി പോകുമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ മടക്കിയെടുക്കുന്നത്. കണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു കോണ് പോലെ കിട്ടിയിട്ടുണ്ട്, പോക്കറ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടോടെ ആക്കുകയെന്ന് വെച്ചാൽ നമുക്ക് മാവ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ കലക്കിയെടുത്ത മാവ് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സമൂസയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ അപ്പോൾ ഒന്നും വേസ്റ്റായി പോകില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ മടക്കിയെടുക്കാം. നമ്മൾ മുറിക്കാത്ത ഭാഗം കോണാക്കി എടുക്കാം കേട്ടോ. ഉണ്ടല്ലോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രണ്ട് ഫില്ലിങ് വേണോ അതിനനുസരിച്ച് നിറച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടേക്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചുട്ടെടുക്കണ അതേ സമയത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഒന്ന് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ പാനിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഹോൾസ് ഒന്നും ഇല്ലാണ്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളത് വേവണതിനനുസരിച്ച് നമ്മളിത് പീസാക്കിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഒന്നാവുമ്പോഴേക്കും നമുക്കിത് ഫില്ലാക്കി എടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കുറേശ്ശെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അധികം നേരമൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ അതങ്ങനെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എണ്ണയാണ് നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളെല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ പാത്രത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പാനിൽ എത്ര എണ്ണം കൊള്ളുമോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം വെച്ച് കൊടുത്തപ്പോൾ ഒരു 4 എണ്ണമാണ് കേട്ടോ വെച്ച് കൊടുത്തുള്ളൂ. പിറ്റത്തെ പ്രാവശ്യം ഞാനൊരു 5 എണ്ണം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് കുലുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ പുറമൊന്ന് നേരെ വേവാൻ വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടും നല്ലോണം മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ സമൂസ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ റവ ചേർത്തുകൊണ്ട് ഇത് എളുപ്പത്തിൽ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അടുത്തത് നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് വെച്ച് കൊടുത്തപ്പോൾ ഒരു 5 എണ്ണം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ പാനിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി നമുക്കിനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.